നഷ്ടപരിഹാരം നമ്മൾ ഇന്നലെ വി.ഡി. സതീശൻ സാറിന് കണ്ടു. നമ്മളെ കൂടെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ നമ്മളെ കൂടെ ഉള്ളതാണ്. അന്ന് ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാണ്. ഇന്നലെ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഞാൻ ചോദിച്ചു, ഇനിയെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവില്ലേ എന്നാ ഫസ്റ്റ് ഞാൻ ചോദിക്കുന്നത്. ഇനി എന്ത് തീരുമാനിക്കാനാണ്? അതൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞതല്ലേ, ഞാനല്ലേ ഏറ്റെടുത്തത് എന്നാ പറഞ്ഞത്. നമ്മൾ അത്രയൊന്നും പ്രതീക്ഷയില്ല. മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ എങ്ങനെയാ മറുപടി വരാമെന്നൊന്നുള്ള അറിയില്ല. പക്ഷെ ഇന്നലെ അവിടെ കണ്ടത് നമ്മൾ കേരളത്തിൽ ഓരോ ജനങ്ങളും ആഗ്രഹിച്ച ഒരു നല്ലൊരു മുഖ്യമന്ത്രിയാണ്. ഒരു ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. ഇത് എനിക്ക് ചെയ്തുകൊണ്ട് മാത്രമല്ല, പേഴ്സണലി അല്ല, ഞാൻ ആ ഒരു സന്ദർഭത്തിൽ മനസ്സിലാക്കി. നമ്മൾക്ക് അത്രയും ആഗ്രഹിച്ച ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതെന്തായാലും തുടർന്നും മുന്നോട്ട് അത്രയും നമുക്ക് ഉപകാരപ്പെടും എന്നുള്ളതിൽ മനുഷ്യർ ജനങ്ങളെ കൂടെ നിൽക്കുന്നത്. പിന്നെ ആരോഗ്യമന്ത്രി മുരളേട്ടൻ, അതായത് മുരളി സാറ്, നമ്മൾ അത്രയും നമുക്ക് അവഗണന, ആരോഗ്യമന്ത്രി എന്ന് പറയുമ്പോൾ നമ്മളെ മൈൻഡിലുള്ള ഒരു പിക്ചർ ഉണ്ടല്ലോ, ഇത്രയും കാലം കൊണ്ട് നമ്മളെ കൂടെ നിന്ന് കൂടെ ഉണ്ട് എന്ന് കുറെ കാലമല്ലോ പറയുന്നു, നിങ്ങളോടൊക്കെ പറയുന്നു. അപ്പൊ കൂടെ ഉണ്ട് എന്ന് പറയാതെ കൂടെ നിന്ന് ആരോഗ്യമന്ത്രി, അതായത് നമ്മളെ കൂടെ അത്രയും അത്രയും സന്തോഷത്തോടെ സ്നേഹത്തോടു കൂടിയാണ് നമ്മള് നിന്നതും. ഒരു ജോലി നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലുമില്ല. അപ്പോഴാണ് ജോലി ഓർഡർ കയ്യിൽ അപ്പം അടിച്ചു തന്നതാണ്. ഒരുപാട് HDS വഴിയാണോ സർക്കാർ തലത്തിൽ നേരിട്ട് നിയമിക്കുക? HDS വഴിയാണെന്നാ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഞാൻ എന്റെ കരിയർ അത്യാവശ്യം കുഴപ്പമില്ലാതെ BSc ഫിസിക്സ് ആയിരുന്നു അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന നമുക്ക് അത് തുടർന്ന് പഠിക്കാനോ ഒരു കരിയറിൽ എത്താനോ ഒന്നും കഴിഞ്ഞില്ലല്ലോ. എല്ലാം കൊണ്ട് നമ്മൾ തകർന്നു പോയില്ലേ. അപ്പോൾ എന്തെങ്കിലും ഇനിയൊരു തുടർ പഠനമൊന്നും ആവൂല. അതുകൊണ്ട് നമുക്കൊരു ജോലി കിട്ടിയാൽ മതിയാവും. പക്ഷെ നമ്മൾ ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇങ്ങോട്ട് കണ്ടറിഞ്ഞ് തന്ന് ഈ സർക്കാരിന് എങ്ങനെ നന്ദി പറഞ്ഞാലും മതിയാവൂല. ഇനി മുന്നോട്ടും അതുപോലെ പോകാൻ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട്. തീർച്ചയായും 9 വർഷക്കാലം ഒരു പക്ഷെ മരണം മുന്നിൽ കണ്ട് ഇനി ജീവിതം ഉണ്ടോന്ന് പോലും ചിന്തിച്ച ഒരു ആ ഒരു സന്ദർഭത്തിൽ നിന്ന് അൽഹംദുലില്ലാഹ് ബാക്കോട് നോക്കുമ്പോൾ ഞാൻ എങ്ങനെ അതിനൊക്കെ തരണം ചെയ്തെന്ന് എനിക്കറിയില്ല. പഠിച്ചവന്റെ കാരണം ഒന്നുകൊണ്ട് മാത്രം, പഠിച്ചവനിൽ ഉറച്ച വിശ്വാസം ഉള്ളത് കൊണ്ട് മാത്രം എന്തായാലും ഒരു പ്രയാസത്തിന് എളുപ്പമുണ്ടെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു. ആ ഒരു പ്രയാസം കഠിനമായിരുന്നെങ്കിൽ എളുപ്പം അൽഹംദുലില്ലാഹ് അത്രയും ഹൈറായി വന്നു എന്നുള്ളതാണ്. സത്യം ജയിച്ചു. തുടർ ചികിത്സ മുഖ്യമന്ത്രി പേഴ്സണലായിട്ട് ഏറ്റെടുത്തു. ഞാൻ ഏറ്റെടുത്തതാണ്. അത് സർക്കാരിന്റെ ഒന്നും വേണ്ട, ഞാൻ ഏറ്റെടുത്തതാണ്. കോമ്പൻസേഷൻ 1 രൂപ പോലും അത് നിങ്ങൾ ചികിത്സക്ക് ചെലവാക്കേണ്ടതില്ല. ഞാൻ പേഴ്സണലി ഏറ്റെടുത്തു എന്നും ഉറപ്പ് തന്നിട്ടുണ്ട്. കേസ് അങ്ങനെ മുന്നോട്ട് പോട്ടെ എന്നാണ് പറഞ്ഞത്. നമുക്ക് എന്ത് സഹായവും അവർ ചെയ്യാം. കോടതിയിലാണ് അത് അങ്ങനെ പോട്ടെ.